ഇവിടെ പാലക്കാട് ചന്ദ്രനഗറിൽ രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള കളരി അംഗമാണ് ശരണും വരുണും. ഇവർ ജനിച്ചു വീണത് തന്നെ കളരിയിലാണെന്ന് പറയാം. നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽക്ക് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ദിനചര്യയായി മാറി. എഞ്ചിനീയറിംഗ് ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ എടുത്തു, ഇതൊരു പാഷൻ എന്നുള്ള രീതിയിൽ എടുത്തു. രണ്ടും കൂടെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ഞാനിങ്ങനെ റിസൈൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ അമ്മയും അച്ഛനും നല്ല സപ്പോർട്ടായിരുന്നു. പെട്ടെന്നൊരു ഇൻകം എന്നുള്ള രീതിയിൽ നമുക്കൊരു കളരിയിൽ എന്ന് ലഭിക്കില്ല. പക്ഷെ മനസ്സ് നമ്മൾ ഓക്കെയാണ്. നല്ല രീതിയിൽ നമ്മുടെ സ്ഥാപനം കൂടുതൽ സമൂഹമായിട്ട് നല്ലൊരു ഇടപഴക്കുന്ന രീതി വന്നപ്പോൾ കുറച്ചും കൂടെ നല്ല താല്പര്യം കൂടി വന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഹാപ്പി ആയിട്ട് കളരിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ ജനിച്ചു വീണത് തന്നെ കളരിയിലാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ അച്ഛൻ പഠിപ്പിച്ചതുകൊണ്ട് ഇങ്ങനെ എത്തി. ബിടെക് പഠനത്തിന് ശേഷം പിന്നെ ഒരു വർഷം ജോലിക്ക് പോയി. അതിനുശേഷം അച്ഛനോടെ തന്നെ നിന്ന് കളരിയുമായിട്ട് തന്നെ മുമ്പോട്ട് പോയി. നമ്മൾക്ക് കളരിപ്പയറ്റിൽ 4 സ്റ്റേജസ് ഉണ്ട്. ആദ്യം മെയ്ത്താരി എന്നുള്ള ഒരു സ്റ്റേജാണ്. ആദ്യം നമ്മുടെ ബോഡീനെ മോൾഡ് ചെയ്ത് എടുക്കുന്ന ഒരു ഫ്ലെക്സിബിലിറ്റിക്കാണെങ്കിലും സ്ട്രെങ്ത്തിനാണെങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്റ്റേജാണ് അത്. അപ്പം അത് നമ്മൾക്ക് ഒരു വിദ്യാർത്ഥിയെ ഒരു കളരിയിൽ ചേർത്തുന്നു. 1 മാസം 2 മാസം ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ആ കുട്ടിയുടെ ഏതാണ് ലെവൽ എന്നുള്ള രീതിയിൽ. അതിനനുസരിച്ചിട്ട് നമ്മൾ അവരെ മാറ്റിയെടുക്കും. അപ്പോൾ ഓരോ കുട്ടികൾക്കനുസരിച്ചിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവൻ്റെ കഴിവിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റണം. പെട്ടെന്നാണ് ഒരു അച്ഛൻ്റെ മരണം ഉണ്ടായത്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തി നമ്മളെ വിട്ട് പോകുന്ന ഒരു സങ്കടം, ആ ഒരു സ്റ്റേജ് നല്ലൊരു ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ കണ്ടുവന്നത് ഈ അച്ഛനൊരു നല്ലൊരു സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടുള്ള ആ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെ നമ്മൾ കൂടുതൽ സഹായിക്കാറുണ്ട്. അങ്ങനെ ഒരു ഫീസ് വാങ്ങാതെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫീസ് വാങ്ങിയ രീതിയിൽ ഞങ്ങളുടെ അച്ഛനായിട്ട് കൊണ്ടുവന്ന ഒരു സംഭവം ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിതകാലം മുഴുക്കെ മരിക്കുന്നത് വരെ കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഫിസിക്കൽ ഫിറ്റ്നസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അച്ഛനമ്മമാരെ ഉള്ളത് കൊണ്ടും അങ്ങനെയും കുറച്ച് കുട്ടികൾ കളരിയിലേക്ക് വരാറുണ്ട്. സമൂഹ മാധ്യമങ്ങളും അല്ലെങ്കിൽ സിനിമയും നല്ല രീതിയിൽ കളരിയെ മുന്നോട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവരുടെ മുത്തശ്ശന്റെ കാലത്താണ് കൈരളി കളരി സംഘം തുടങ്ങുന്നത്. ഇതുപോലെ ഇങ്ങനെ തന്നെ ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഇവരുടെ ആഗ്രഹം. മൽഗോഴ്സി മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.